പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രായമുള്ളവർ 70 വയസ്സിന് താഴോട്ട് പ്രായമുള്ളവരുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ ഞാനും നിങ്ങളും നബിദിനം ആഘോഷിക്കുന്നുണ്ട്. നബിദിനമൊക്കെ 12 ദിവസം പള്ളികളൊക്കെ നമ്മൾ കാണണം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ പള്ളികളൊക്കെ പച്ച തോരണങ്ങൾ കെട്ടുകയും മദ്രസ കുട്ടികളുടെ പരിപാടി, പള്ളിയിൽ മൗലിദ് പാരായണം, ഇതുപോലെയുള്ള മജ്ലിസുകൾ, വഅദിൻ്റെ മജ്ലിസുകൾ ഇതെല്ലാം ഇങ്ങനെ നടത്തും. റബീഉൽ അവ്വൽ 12 ആയി കഴിഞ്ഞാൽ അന്ന് നല്ലതുപോലെ അൽഹംദുലില്ലാഹ് എല്ലാവരെയും വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു ആ മൗലിദ് കിതാബ് മടക്കി വെക്കും. പിന്നെ അടുത്ത വർഷം വരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. കേവലം വർഷത്തിൽ ഒരു ആണ്ട് മാത്രമല്ല റബീഉൽ അവ്വൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് നമ്മൾ പഠിക്കണം. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിലും പരിശുദ്ധമായ ദീനിലെതിരും ശത്രുക്കൾ വല്ലാതെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏതെങ്കിലും ഒരു മനുഷ്യന് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? അവൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കും. അതാണ് സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറുപ്പക്കാർ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ കറുത്ത ഉടുപ്പ്, അത് മരണ വീട്ടിലേക്ക് പോകാനുള്ള അടയാളത്തിന് വെച്ചിരുന്ന ഒരു വസ്ത്രമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ചെറുപ്പക്കാർ മുഴുവനും കറുത്ത ഉടുപ്പിടാൻ തുടങ്ങി. അപ്പൊ അവനവൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ത് രീതിയിൽ നടക്കുന്നോ, എന്ത് ചെയ്യുന്നോ അത് ചെയ്യാനാ സ്നേഹിക്കുന്നവർ നോക്കുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യന് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രവാചകന്റെ ജീവിതം അവൻ മുറുകെ പിടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതം അതനുസരിക്കൽ സുന്നത്താ. ആ പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നുണ്ടോ? നീ പറഞ്ഞത് സത്യമാ, നിനക്ക് മുത്തി നബിയോട് സ്നേഹമുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാണ്. പടച്ചവനെ, ആ രാത്രിയിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ മുതൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവാകട്ടെ പകലാകട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പദവി എന്താണ്? അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അതുകൊണ്ടാണ് ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മരണം തരണേ അല്ലാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് മുമ്പ്, നിസ്കാരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നാളെ രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പ് 3 പ്രാവശ്യം ആരെങ്കിലും ഈ പറയുന്ന ഒരു ദിക്ർ പറഞ്ഞാൽ അവന്റെ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ പറയുന്ന ഒരു ദിക്ർ നാളെ സുബഹിയുടെ ജമാഅത്ത് നിസ്കാരത്തിന് മുമ്പായിട്ടൊരു 3 പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. നാളെ സുബഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. 3 പ്രാവശ്യം പറയണം. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താലും നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ചിന്തിക്ക്, നിന്റെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതെങ്കിലും ഒരു സുന്നത്തുണ്ടോ?
നമ്മളിൽ ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, നിത്യമായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൊപ്പി ധരിക്കുക, താടി വളർത്തുക, ഇതൊക്കെ സുന്നത്താണല്ലോ. നമ്മുടെ സുന്നത്ത് അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് പ്രവാചകന്റെ ജീവിതം പിൻപറ്റുക എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സുന്നത്ത് എണ്ണി പറയാൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെയൊക്കെ സുന്നത്ത് പടച്ചവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സുന്നത്താണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ സുന്നത്ത്, നമ്മുടെ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ പുച്ഛമാണ് നമ്മൾ ഈ പലർക്കും. സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കുന്നത്, ചെയ്താ പ്രതിഫലം, ചെയ്തില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ലല്ലോ. ചെയ്താ പ്രതിഫലം, ചെയ്തില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ലല്ലോ. സഹോദര, സുന്നത്തിന്റെ വില എന്തെന്നറിയോ? പുച്ഛിക്കണ്ട. സുന്നത്തിന്റെ വില എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുന്നത്ത് നിസാരമായി തള്ളിക്കളയാനുള്ളതല്ല വാപ്പാ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, സഹാബാ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും സ്വഹാബാ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും സ്വഹാബാ, അന്നാരെങ്കിലും എന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരും, ഒരു കാലഘട്ടം കടന്നു വരും, അന്നാരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അവന് 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 100 ഷഹീദിന്റെ കൂലിയാ, 100 ഷഹീദിന്റെ കൂലിയാ. ഒരു ഷഹീദിന്റെ വിലയറിയുമോ? ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോഴേ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കുകയാ. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? പടച്ചവനെ, നമ്മൾ ആരെങ്കിലും മരിച്ചുപോയാൽ, ഒരാൾ മരണപ്പെട്ടാ പറയും അവനും മരിച്ചുപോയി എങ്കിൽ അല്ലാഹു പറഞ്ഞു, ശുഹദാക്കളെ കുറിച്ച് നിങ്ങൾ മരിച്ചുപോയെന്ന് പറയരുത്. അവരെ ശുഹദ, അവര് ഷഹീദ എന്ന് പറയണം, അവര് ഷഹീദ എന്ന് പറയണം. അല്ലാഹു ആദരിച്ചവരാണ്. പടച്ചവന്റെ അറസിന്റെ താഴ്ഭാഗത്ത് ഇന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാ ശുഹദാക്കള്. 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, ഇഷ്ടമുള്ള 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു അവസരം കൊടുക്കുന്നവരാ ശുഹദാക്കള്. പടച്ചവനെ, ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി പോരാടി വീര്യമെത്തും ഭരിച്ച ശുഹദാക്കളുണ്ടല്ലോ. മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, സബർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ പടച്ചവനെ 100 കണക്കിന് സ്വഹാബത്തുണ്ടല്ലോ. ആ ശുഹദാക്കളെ പോലെ 100 ശുഹദാക്കളുടെ പ്രതിഫലമാണ് താടി വളർത്തുന്നവനുള്ളത്. താടി വളർത്തുന്നവൻ പ്രവാചകന്റെ സുന്നത്താണല്ലോ. ആ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച താടി വളർത്തുന്നവരുണ്ടല്ലോ, നല്ല വസ്ത്രം ധരിക്കുന്നവരുണ്ടല്ലോ, തലമറച്ച് നടക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോഴും പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവര്, വീടിനകത്ത് കയറുമ്പോ ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന മനുഷ്യ, നിനക്ക് 100 ഷഹീദിന്റെ കൂലിയാ, 100 ഷഹീദിന്റെ കൂലിയാ. അതുകൊണ്ട് നിസാരമാക്കല്ലേ, നിസാരമാക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് എന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ സുന്നത്തിന്റെ പ്രതിഫലം പറയാ, സുന്നത്തിന്റെ പ്രതിഫലം പറയാ. ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ ദുനിയാവിൽ 4 പ്രതിഫലം. എടാ, മരിക്കുന്നതിന് മുമ്പ്, അസ്റായിലിനെ കാണുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് 4 പ്രതിഫലം തരും. മരണത്തിനു ശേഷം അല്ലാഹു 3 പ്രതിഫലം തരുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷക്കണക്കിന് സുന്നത്തുകളുണ്ട്, ലക്ഷം പോകട്ടെ, ഒരെണ്ണം വിട്.
ഏതെങ്കിലും ഒരു സുന്നത്ത് നിന്റെ ജീവിതത്തിൽ നീ മരിക്കുവോളം മുറുകെ പിടിച്ച ഈ ദുനിയാവിൽ നിന്ന് കണ്ണടയുന്നതിന് മുമ്പ് നിനക്ക് 4 പ്രതിഫലം അള്ളാഹു നൽകും. 3 മരണശേഷം ഇത് പറഞ്ഞു ദുആ ചെയ്യാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും നേരെ ഇരുന്ന്, നേരെ ഇരിക്കുക, നേരെ ഇരിക്കറോ. ഇത് കാണുമ്പോൾ പ്രസവ വാർഡ് ഓർമ്മ വരും. അതുകൊണ്ടാണ് ചിലരുടെയൊക്കെ ഇരുത്തം കാണുമ്പോൾ വെട്ടിയിട്ടതുപോലെ. സ്വർഗത്തിൽ ഇരിക്കുകയല്ലേ, ഇത് ദുനിയാവിലെ സ്വർഗം. ഈ സ്വർഗത്തെ നീ ആദരിക്ക്. ചിലപ്പോൾ അവിടുത്തെ സ്വർഗം കിട്ടാൻ കാരണമാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവന് ഈ ഭൂമിയിൽ വെച്ച് 4 പ്രതിഫലം കിട്ടും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പഠിക്കല്ലേ, പഠിക്കല്ലേ, ഉറക്കെ പറയണോ. ഇതിനേക്കാളും ബഹളം വേറെ പല കാര്യങ്ങൾക്ക് ഉണ്ട്. ഒരു ഇൻഷാ അല്ലാഹ് ഈ ബഹളമൊക്കെ കേൾക്കണമെങ്കിൽ പൊതുയോഗ ജനറൽ ബോഡിക്കൊക്കെ വരണം. അപ്പോൾ അറിയാം, ജനറൽ ബോഡിക്കൊക്കെ വരണം. ആരോ പറഞ്ഞ് ഇവിടെ ഇലക്ഷൻ എങ്ങാണ്ടായെന്ന്. ആയോപ്പ? ആ കൊള്ളാം, ഇലക്ഷനൊക്കെ നടത്ത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് വീട്ടിൽ പോയിട്ട് പറയും, വാപ്പ നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് ആവുമോ? അള്ളാണ് എനിക്ക് വയ്യ, നീ പോയരെ. പണ്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് പറയും, നിങ്ങൾ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവണം, നിങ്ങൾ പ്രസിഡന്റ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴോ വീട്ടിൽ വന്നിട്ട് 500 മടക്കി തന്നിട്ട് പറയാ, അളിയ വോട്ട് എനിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. തമാശ പറഞ്ഞല്ലേ അങ്ങാതി. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണതാ. പാതിരാത്രി ഒളിച്ചും പാത്തും പോയിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കണ പോലെ. പഞ്ചായത്ത് മെമ്പറിന് എത്രപ്പാ ശമ്പളം? 10,000 കണ്ടില്ലേപ്പാ? എനിക്കറിയില്ലല്ലോ എത്ര. 8,000. ജമാഅത്തിന്റെ പ്രസിഡന്റിനോ ഒന്നുമില്ല. എന്നാൽ ഇവന്റെ ഒരു ആഗ്രഹം നോക്കണം, പ്രസിഡന്റ് എന്നുള്ള പദവി. അതങ്ങനെ ചിലർക്ക് അങ്ങനെ. ഈ അടുത്ത് ഒരാൾ ഹജ്ജിന് ഒരാൾ പള്ളിയിൽ, നമ്മുടെ പള്ളിയിൽ സെക്രട്ടറിമാരിയ്ക്കും, വെള്ളിയാഴ്ച ദിവസം വരുന്നവൻ്റെ ഇന്ന് പൈസ മേടിച്ചിട്ട് എഴുതാൻ അല്ലേ. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാ 101 രൂപ കൊടുത്തു ദുആ ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം എഴുതി അബൂബക്കർ 101 രൂപ. സെക്രട്ടറിയുടെ മുഖത്ത് കണ്ണുരുട്ടിയിട്ടൊരു നോട്ടം. ഞാൻ പോയപ്പോൾ നിന്നോട് പറഞ്ഞിട്ടല്ലേടാ പോയെന്ന് വെച്ച്. ഓൻ ഇങ്ങനെ ഇരിക്കുക. എവിടെ പോയപ്പോൾ? ഹജ്ജിന് പോയപ്പോൾ. ഹാജി അബൂബക്കർ എന്ന് എഴുതിയില്ല, എത്രയേ ഉള്ളൂ. ഹാജി അബൂബക്കർ എന്ന് എഴുതാത്തതിന്റെ പേരിൽ അവൻ നോക്കിയിട്ട് ചോദിക്കുക, പോയപ്പോ നിന്നോട് പറഞ്ഞിട്ടില്ലടാ ഞാൻ പോയത് എന്ന് പറഞ്ഞ പോലെ. ആ കസേരയിൽ ഇരിക്കുമ്പോൾ എന്തോ അർശിലിരുന്ന പോലെ ചിലർക്കൊക്കെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാ ഒരു കാര്യം കൂടെ ഓർത്തോ, ഇവിടുത്തെ പ്രസിഡന്റ് ആരാന്ന് എനിക്കറിയില്ല, വല്ലാഹി സെക്രട്ടറി ആരാന്നറിയില്ല. എനിക്കിവിടുത്തെ ഖത്തീബ് ഉസ്താദാണെന്ന് അറിയാം, അതല്ലേ. ഇവിടുത്തെ ജമാഅത്തിന്റെ സെക്രട്ടറി അറിയത്തില്ല, വല്ലാഹി എനിക്കറിയില്ല. പ്രസിഡന്റ് എനിക്കറിയില്ല, നിങ്ങൾ ആരൊക്കെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നോർത്തോ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാന്റെ പരിശുദ്ധ. പണ്ടൊക്കെ നിങ്ങൾ ആർക്ക് പള്ളിയുടെ പൈസ എടുത്തിട്ട വോട്ട് ഇലക്ഷൻ നടത്തുന്നത്? അമാനത്ത്. പള്ളിയുടെ പൈസ മുടക്കി. ഈ മത്സരിക്കാൻ വരുന്നവന്മാരോട് പറയണം, ഇവിടെ എത്ര രൂപ ചെലവാകുന്നു, ആ ചെലവായ പൈസ നിങ്ങൾ തരണമെന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാകും മത്സരിക്കാൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ വിചാരിക്കുന്ന അധികാരം എന്ന് പറഞ്ഞാൽ കളിയാണെന്ന് അല്ല മനുഷ്യ. അധികാരമെന്ന് പറഞ്ഞാൽ തേടി പോകേണ്ടതല്ല, തേടി വരേണ്ടതാണ്. അധികാരമെന്ന് പറയുന്നത് ഒരിക്കലും തേടി പോകരുത്. പൈസ കൊടുത്തു വാങ്ങാൻ, മോഹവാഗ്ദാനങ്ങൾ കൊടുത്തു വാങ്ങാൻ പോകരുത്. അധികാരമെന്ന് പറയുന്നത് തേടി വരാനുള്ളതാണ്. തേടി പോയാലോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ. മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഉടുപ്പിട്ടിരിക്കുന്ന എൻ്റെ കാക്കാമാരോട് എനിക്ക് പറയാനുള്ളത്, അല്ല പറഞ്ഞതാ, ഒന്നുകിൽ അധികാരം കൊണ്ട് നീ രക്ഷപ്പെടും, നിനക്ക് സ്ഥാനവും മഹത്വവും ശ്രേഷ്ഠതയും എല്ലാം ഉണ്ടാകും. ഇല്ലെങ്കിലോ ഉള്ള വിലയും പോയി നാണം കെട്ടുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളിയുടെ അധികാരം പിടിച്ചു വാങ്ങുന്നവനുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഒറ്റ ഒരെണ്ണവും മത്സരിക്കില്ല. പണ്ടത്തെ ആൾക്കാർ പറയും, പടച്ചവനെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ചിലർ കയ്യിൽ ചെരുപ്പ് പിടിച്ചോണ്ട് പോകും. നമ്മൾ വിചാരിച്ച് അടിച്ചോണ്ട് പോകാതിരിക്കാനായിരിക്കും, അല്ലേ? അല്ല, പള്ളിയുടെ കാര്യം അങ്ങനെ. നിങ്ങളറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലഘട്ടമുണ്ടായിരുന്നു, സ്വഹാബത്തൊക്കെ പള്ളിക്കകത്ത് കിടന്നുറങ്ങും. അവർ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തലകണയുടെ അടിയിൽ നോക്കുന്ന. കാരണം എന്തേ? അന്ന് രാത്രി പൈസ കൊണ്ടുവച്ചിട്ട് പോകും ആൾക്കാർ, ആരും അറിയാതെ.
കിടന്നുറങ്ങുന്നവന്റെ അടുക്കൽ കൊണ്ടുവന്ന് പൈസ വെച്ചിട്ട് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സഹാബത്തിന്റെ കാലഘട്ടം. ഇന്നോ നമ്മൾ ഇന്ന് പള്ളിക്കകത്ത് എവിടെങ്കിലും കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് വെച്ചത് അടിയിലുണ്ടോ എന്ന് നോക്കേണ്ട കാലമാണ്. അതാ നമ്മുടെ കാലം. ഇവിടെ പള്ളിയിലെ ബാത്റൂം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം, ഈ പള്ളിയുടെ ബാത്റൂമിൽ ഇട്ടിരിക്കണ ചെരുപ്പ് കണ്ടിട്ടുണ്ടോ? പള്ളി കയറി പോകുമ്പോൾ പള്ളിക്കകത്ത് ചെരുപ്പിട്ടിട്ടുണ്ട്, ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക. എന്തിനാ? അടിച്ചോണ്ട് പോകാതിരിക്കുക. സുബ്ഹാനല്ലാഹ്. പള്ളിയിലെ ബാത്റൂമിലെ കപ്പ് കെട്ടിയിട്ടിരിക്കുക കയറിനകത്ത്. എന്തിന്? മൂത്രപ്പരക്കകത്ത് വീഴാതിരിക്കാനോ? പറ, അതിനാണോ? വേണേ അങ്ങനെ സമാധാനിക്കാം. അല്ല, അടിച്ചോണ്ട് പോകാതിരിക്കാൻ. ഇതാ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ആലോചിക്ക്. ഇപ്പൊ സമാധാനമുണ്ട്, നാട്ടിലൊരു നിലയും വിലയും ഉണ്ട്. ഒന്നുകിൽ അത് ഉയരും, അല്ലെങ്കിൽ താഴെ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം. ഇൻഷാ അല്ലാഹ് ആലോചിക്കൊന്നുകൂടെ. അള്ളാഹു പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞല്ല. ഖത്തീബ് ഉസ്താദിനോട് പോയിട്ട് അർത്ഥം ചോദിച്ചാൽ മതി, ഉസ്താദ് പറഞ്ഞു തരും. അള്ളാഹു പറഞ്ഞതാ, ഒന്നീ നീ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ താഴെ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അധികാരം ചോദിച്ചു വാങ്ങുന്നവന് താടി ഇങ്ങനെ വളർത്തിയിരിക്കുന്നത് കാരണം പലരും ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ എപ്പോഴും ഇങ്ങനെ പറയും, ഇത് കണ്ടിട്ട് കെട്ടണ പെണ്ണ് മതി ഉസ്താദേ, അതാ ഒരു ഈമാൻ. ഈ താടി കണ്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ മതി, ഇല്ലേ പോട്ടെ, അൽഹംദുലില്ലാഹ്. നമ്മളോ താടി വളർത്തി കഷ്ടപ്പെട്ട് വെച്ചിരിക്കും. കല്യാണം കഴിഞ്ഞ പെണ്ണുമ്പിള്ള ഫോൺ വിളിക്കുമ്പോൾ പറയാ, അതെ മുത്തം വെക്കുമ്പോൾ പോലും പറ്റുന്നില്ല, ചൊറിയുന്നു, വടിച്ചു കളഞ്ഞേക്കാൻ. അപ്പൊ തന്നെ വടിക്കും നമ്മള്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ നമുക്ക് സാരമായി പോകുന്നു. അള്ളാഹുവിനെ നല്ല ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ വരും ഇൻഷാ അല്ലാഹ്. എന്തായാലും അവന്റെ ഈമാനല്ലേ, അവനെ മനസ്സിലാക്കുന്ന ഒരു സ്വാലിഹത്തായ മുത്തുനബിയെ ഇഷ്ടപ്പെടുന്നൊരു പെണ്ണിന് അള്ളാഹു കൊടുക്കും. അള്ളാഹു നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന 4 പ്രതിഫലത്തിൽ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ആനുകാലിക വിഷയങ്ങളുമായി നമ്മൾ തുലനം ചെയ്യൂ. ആനുകാലിക വിഷയങ്ങളുമായി തുലനം ചെയ്യൂ. പണ്ടത്തെ മുസ്ലിമും ഇന്നത്തെ മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കാരണം പഠിക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹു അവന്റെ ഈമാനങ്ങ് ഉറപ്പിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈമാനങ്ങുറയ്ക്കുകയാ, ഈമാനങ്ങുറയ്ക്കുകയാ. ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാനാ. പടച്ചവന് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളാണല്ലോ. ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രം കേൾക്കുമല്ലോ, ഒരുപാട് സ്വഹാബികളുടെ ചരിത്രം കേൾക്കുമല്ലോ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഒരു ഭയവും വേണ്ട, ഒരു പേടിയും വേണ്ട. അല്ലാഹു അവരുടെ ഈമാനങ്ങ് ഉറപ്പിക്കുകയാ. മഹാനായ സയ്യിദുനാ ബിലാലിന്റെ ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതയ്ക്കുമ്പോൾ ബിലാൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് അല്ലാഹു വഹദു. അത് വല്ലാത്ത ഒരു ഈമാനായിരുന്നു, അത് വല്ലാത്ത ഒരു ഈമാനായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, പെൺമക്കളുള്ള ഉപ്പമാരെ, പെൺമക്കളുള്ള ഉമ്മമാര്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നിങ്ങളുടെ പെൺമക്കളെ പഠിപ്പിക്കൂ. പഠിച്ചവരെ, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവരാ. 18 തികഞ്ഞ പെണ്ണ് കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ കരയുന്ന ഉപ്പമാർ, നിലവിളിക്കുന്ന ഉമ്മമാർ. എന്തിനാ മുസ്ലിമേ, എന്തിനാ മുസ്ലിമേ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളോട് എനിക്ക് പറയാ
പറയാറുള്ളത്. നിന്റെ പെൺമക്കൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്ക്. ആ പ്രവാചകന്റെ സുന്നത്ത് നിന്റെ മക്കളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പറയൂ. നിങ്ങളുടെ മക്കളുടെ ഈമാൻ ഉറയ്ക്കുകയാ, നിങ്ങളുടെ മക്കളുടെ ഈമാൻ ഉറയ്ക്കുകയാ. ഏതുപോലെയുള്ള ഈമാൻ എന്നറിയുമോ? ഏതുപോലെയുള്ള ഈമാൻ എന്നറിയുമോ? മക്കളെ നോവല് വായിക്കുകയാണ്, സിനിമ കാണുന്നു, സീരിയൽ കണ്ട് നമ്മുടെ പെൺമക്കള് വളരുമ്പോ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കഥ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മരുഭൂമിയിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു നിലവിളി കേൾക്കുകയാ, ഒരു നിലവിളി കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് നോക്കുമ്പോ എന്തേ സംഭവം എന്നറിയുമോ? സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തന്റെ പൊന്നുമകന് അമ്മാറും യാസിർ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും പടച്ചവനെ മുസ്ലിമായതിന്റെ പേരില് അവിടുന്ന് ഖുറൈശികളിട്ട് തല്ലിച്ചതയ്ക്കുകയാ. അവിടുന്ന് ഖുറൈശികളിട്ട് തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്തിട്ടും സുമയ്യയും തന്റെ ഭർത്താവും മതം മാറി വരുന്നില്ല. ശത്രുക്കൾ എന്ത് ചെയ്തെന്നറിയോ? സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ കെട്ടി, എന്നിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തന്റെ ഭർത്താവിനെ തലകീഴായി നിർത്തി. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവിന്റെ ശരീരത്തുകൂടെ തീയങ്ങ് പടരുകയാ. പച്ചയിറച്ചി നിന്ന് കത്തുകയാണ്, പച്ചയിറച്ചി നിന്ന് കത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട ഭർത്താവ് തീക്കകത്ത് കിടന്ന് ജീവനോടെ കത്തുമ്പോ ഓടിച്ചെന്നിട്ട് ഭർത്താവിനെ തെള്ളി വെളിയിലേക്കിട്ടു. മണലുവാരിയിട്ട് തന്റെ ഭർത്താവിന്റെ മുകളിലിടുകയാ. അവസാനം പടച്ചവനെ, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് പച്ച ഇറച്ചി കരിഞ്ഞ മണമടിക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുകയാണ് ഭർത്താവിനോട്, ഇവന്മാര് നമ്മളെ കൊന്നാലും അല്ലാഹനെ കൈവിടല്ലേ, അല്ലാഹനെ കൈവിടരുത്, ഇവന്മാര് കൊന്നാലും അല്ലാഹനെ കൈവിടരുത്. പടച്ചവനെ, സുമയ്യ ബീവി മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് വിളിച്ചു പറയുമ്പോ അബൂജഹൽ സുമയ്യ ബീവിയുടെ തലയിൽ കാലെടുത്ത് വെച്ചങ്ങ് ചവിട്ടുകയാ. മണ്ണിലേക്ക്, മരുഭൂമിയിലെ മണ്ണിലേക്ക് സുമയ്യ ബീവിയുടെ കഴുത്തിൽ ചവിട്ടിയിട്ട് താഴ്ത്തുമ്പോ ആ കിടപ്പിലും കിടന്നിട്ട് സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അബൂജഹലിന് സഹിച്ചില്ല. പടച്ച റബ്ബേ, മലർത്തിക്കിടത്തിയിട്ട് കുന്തമെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കിയിട്ട് പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴും മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത്, അല്ലാഹു വഹദ്. ഇതാണ് സഹോദരാ ഈമാൻ എന്ന് പറയുന്നത്. ഈ ഈമാനം ഉറച്ചു കഴിഞ്ഞാ പിന്നെ പേടി വേണ്ടടാ. എത്ര വലിയ കൊലകൊമ്പം പ്രണയിക്കാമെന്നാൽ നിന്റെ പൊന്നാര മകള് പറയും, മിന്നീ എനിക്ക് അല്ലാഹനെ പേടിയാ, ഞാൻ മുസ്ലിമാണ്, ഞാൻ നിസ്കരിക്കുന്നവളാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവളാ, എനിക്ക് അല്ലാഹനെ മറക്കാൻ പറ്റൂല. എടാ ചെറുപ്പക്കാരാ, ഉപ്പമാരെ, പ്രവാചകന്റെ സുന്നത്ത് നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത പറവയെ പോലെ മുടി വളർത്തിയിട്ട് നടക്കൂല, കീറിപ്പറിഞ്ഞ പാൻറിട്ട് കൊണ്ട് നടക്കൂല. പടച്ചവനെ, മക്കളുടെ കോലം കണ്ടിട്ടുണ്ടോ? സങ്കടം തോന്നാറുണ്ട് വാപ്പാ. ആണും പെണ്ണുമല്ലാത്ത രീതിയിൽ തലയിൽ മുടി വെച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാര്. ഏത് വാപ്പയ്ക്കാ അറിയാത്തത്? ഏത് വാപ്പയ്ക്കാ അറിയാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അല്ലാഹു അർശിലിരുന്നിട്ട് ശപിച്ചവരാ. നിനക്കറിയോ? നീ പറയും, ഉസ്താദേ വീട്ടിൽ സമാധാനമില്ല,
വീട്ടിൽ അടിയും വഴുക്ക. എങ്ങനാ ഉപ്പാ സമാധാനമുണ്ടാകുന്നത്? എങ്ങനാ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുന്നത്? പടിപടിയായി മുടിവെട്ടിയ ഒരുത്തം നിന്റെ വീട്ടിലില്ലേ? അവൻ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവനാ. അള്ളാന്റെ ശാപം കിട്ടിയ ഒരുത്തന്റെ കഥ നിനക്കറിയോ? ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിന്റെ ചരിത്രം നിനക്കറിയില്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ താടിയുള്ളവരാ, നിങ്ങൾ നിസ്കാരത്തഴമ്പുള്ളവരാ, നിങ്ങൾ അല്ലാഹുവേ ജനങ്ങൾ മുഴുവനും ആദരിക്കുന്നവനാ. റസൂലുള്ള പറഞ്ഞു, അങ്ങനെ ഒരു കാലം വരും, അങ്ങനെ ഒരു കാലം വരും. ആ കാലം വരാതെ ലോകം അവസാനിക്കില്ല. ഏത് കാലമെന്നറിയോ? താടി വെച്ച ഹാജിയാരുടെ വണ്ടിയുടെ പുറകിൽ നിന്ന് പള്ളിയുടെ മുന്നിൽ വെള്ളിയാഴ്ച വണ്ടി വന്ന് നിൽക്കും. ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ട് റബ്ബേ, പള്ളിയിലെ ഹാജിയാര് നാട്ടിലെ ബഹുമാനിക്കുന്ന മനുഷ്യൻ വെളിയിലിറങ്ങും. പക്ഷേ വണ്ടിയുടെ പുറകിൽ നിന്നിറങ്ങുന്ന മക്കളുടെ കോലം കണ്ട സുബ്ഹാനല്ലാഹ്, എന്തൊരവസ്ഥയെന്നറിയോ, എന്തൊരവസ്ഥയെന്നറിയോ? അതുകൊണ്ട് വാപ്പാ, അല്ലാഹു പറഞ്ഞത് നീ ഒറ്റയ്ക്ക് പോകാനല്ല, സ്വർഗത്തിലേക്ക് ഒറ്റയ്ക്ക് പോകാനല്ല അല്ല പറഞ്ഞത്. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹു പറഞ്ഞത് പോകുമ്പോ നിന്റെ ഭാര്യയെയും മക്കളെയും കൂടെ കൊണ്ടുപോകടേ. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയുകയാ, എന്തേ നിങ്ങൾക്ക് തോന്നാത്തത്? പടച്ചവനെ, എന്തെല്ലാം ദുരന്തങ്ങളാണ് ഭൂമിയിൽ കടന്നു വരുന്നത്. പടച്ചവനെ, പേര് കേൾക്കാത്ത, ഇന്ന് വരെ കേട്ടറിവില്ലാത്ത ദുരന്തങ്ങളാണല്ലോ ആണ്ട് വരുന്നത് പോലെയല്ലേ വെള്ളപ്പൊക്കമുണ്ടാകുന്നത്, ഉരുൾപൊട്ടലുണ്ടാകുന്നത്. പടച്ചവനെ, കൊറോണ വന്നോ, നിപ വന്നോ, കൊടുങ്കാറ്റ് വന്നോ, വെള്ളപ്പൊക്കമുണ്ടായി, എന്തെല്ലാ ദുരന്തങ്ങൾ കടന്നു വരുന്നോ. കാരണമെന്തെന്നറിയോ? ഒരു നാട്ടില് 4 വിഭാഗം ആൾക്കാരില്ലെങ്കിൽ അവിടെ ദുരന്തം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ പണ്ട് പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഓരോ വാപ്പമാരിരിക്കും. പള്ളിയുടെ ഫ്രണ്ടിൽ ഓരോ വാപ്പമാരിരിക്കും. ചെറുപ്പക്കാർക്ക് ആ ഉപ്പാമാരുടെ മുന്നിലൂടെ നടക്കാൻ പേടിയാ. കാരണം എന്തേ? എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ചെവി പിടിച്ചിട്ട് പറയും, ഇങ്ങനെ നടക്കലടാ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നാട്ടിലെ കാരണവന്മാർക്ക് കണ്ടവന്റെ മക്കളെ ഉപദേശിക്കാൻ യോഗ്യതയുള്ളൊരു കാലം. അന്ന് നമുക്കൊക്കെ പേടിയാ. ചെറുപ്പക്കാരൊക്കെ പറയും, ആ അത്ത അവിടെ കാണൂടാ, ആ വാപ്പ അവിടെ ഉണ്ടാവും, അങ്ങാരോടെ മുന്നിൽ കൂടെ പോയാൽ പിടിക്കും. പേടിച്ചിരുന്നൊരു കാലം. ഇന്നോ സ്വന്തം മക്കൾ മുടി വളർത്തിയിട്ട് നടക്കുന്ന വാപ്പ, നീ എന്തേ വാപ്പ ഇങ്ങനെ ആയിപ്പോയെ? നിന്നെ അല്ല വെറുതെ വിടുവോ? നീ വിചാരിച്ചിരിക്കണം എന്തെന്നറിയോ? അള്ളാഹുവിൻ്റെ പരലോകത്തിൽ അള്ളാഹു കരുണ കാണിക്കാത്ത, അള്ളാഹു സംസാരിക്കാത്ത, ഒരു കരുണയുടെ നോട്ടം പോലും ലഭിക്കാത്ത 3 വിഭാഗം ആൾക്കാരുണ്ടെന്ന് നബിഗിനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിഗിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നിന്നോട് കരുണ പോലും കാണിക്കത്തില്ല. അള്ളാന്റെ പരലോകത്തിലെ നശിച്ചവര് 3 വിഭാഗമാ. നീ വിചാരിച്ച് കള്ളുകുടിയനാണെന്ന്, വ്യഭിചരിച്ചവനാണെന്ന്, പലിശ അല്ലപ്പാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൻ്റെ മക്കളും തൻ്റെ ഭാര്യയെയും തെറ്റ് ചെയ്യുന്നത് കണ്ട് തിരുത്താത്തവനാണെന്ന് നബിഗിനാ റസൂലുള്ളാഹി. ഇന്നത്തെ ചെറുപ്പക്കാരല്ലപ്പ, 10ഉം 12ഉം വയസ്സുള്ള മക്കള് പടച്ചോനെ ഇങ്ങനെ പറയുന്നേ, മുടി വെട്ടടാന്ന് പറയുമ്പോൾ വേണ്ട, മുടി വെട്ടടാന്ന് പറയുമ്പോൾ വേണ്ട. പടച്ചവൻ എങ്ങനെ നടക്കട? കുട്ടികളുടെ കോലം കണ്ടിട്ടുണ്ടോ? ഈ ഉപ്പായ്ക്കറിയാം ഇത് തെറ്റാണെന്ന്, എന്തേ ഉപ്പ തിരുത്താത്തെ? എങ്ങനെ തിരുത്താനാ? മഹാനായ നബിഗിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നബിഗിനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുക, അല്ല നീ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യണേന്ന്. ഏത് വാപ്പയ്ക്കാന്നറിയോ? ഏത് വാപ്പയ്ക്കാ ബർക്കത്ത് ചെയ്യാൻ വേണ്ടി 1400 വർഷം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തെന്നറിയോ? മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഏത് വീട്ടിലാണോ വടി വെട്ടി വെച്ചിരിക്കുന്നത് ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിഗിനാ റസൂലുള്ളാഹി. മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഏത് വീട്ടിലാണോ വടി വെട്ടി വെച്ചിരിക്കുന്നത് ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകുമെന്ന അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു വടി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. നിനക്ക് ബർക്കത്ത് വേണം. എടാ, നമ്മുടെയൊക്കെ വീടുകളിൽ ഇരിക്കുന്ന പ്രായമുള്ളവർ പറയട്ടെ, നിങ്ങളുടെയൊക്കെ ഉപ്പമാര് വീട്ടിലൊരു വടി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പേടിയായിരുന്നു ആ വടി. ആ വടി കണ്ടാൽ തന്നെ നമ്മൾ നേരെയാകുവാൻ. അങ്ങനെ ഒരു വടി ഉണ്ടായിരുന്നു വീട്ടിൽ. നമ്മളോ
നമ്മളിപ്പോൾ വീട്ടിൽ വടി വെക്കത്തില്ല. കാരണം എന്തേ? മക്കളതെടുത്ത് നമ്മളെ തല്ലാതിരിക്കാൻ. മക്കൾ നമ്മളെ തല്ലിയാലോ, അത്രയ്ക്കായിപ്പോയി മക്കൾ അത്ര. കാരണം ഈ അടുത്ത് ഒരു പെൺകുട്ടി ഫോൺ വിളിച്ചിട്ട് കരഞ്ഞു, ഉസ്താദേ ഞാൻ എത്ര പൊരുത്തം ചോദിച്ചിട്ടും എനിക്ക് പൊരുത്തം തരുന്നില്ല, ഞാൻ എത്ര പൊരുത്തം ചോദിച്ചിട്ട് എനിക്ക് പൊരുത്തം. അപ്പം ഞാൻ വിചാരിച്ച എന്തപ്പാ, ഞാൻ ചോദിച്ചത് നീ ആരോടാ പൊരുത്തം ചോദിച്ചേ? എൻ്റെ വാപ്പാനോട്. ഒരു പെൺകുട്ടിയാ പറയണേ, ഞാൻ എൻ്റെ ഉപ്പാനോട് ഞാൻ എത്ര പൊരുത്തം ചോദിച്ചിട്ടും വാപ്പച്ചി എനിക്ക് പൊരുത്തം തരുന്നില്ല. ഞാൻ ചോദിച്ചു നീ എന്ത് ചെയ്തു? ഞാൻ വാപ്പാനെ തല്ലി. എത്ര വയസ്സുണ്ട്? 33 വയസ്സുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്ത് പറയാനാ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം മക്കള് വാപ്പമാരെ തല്ലുന്ന കാലം. സഹോദരൻ, അങ്ങനല്ലുപ്പ. നമ്മുടെ ഇന്ന് ഏത് വാപ്പാനോട് ഉസ്താദ് ചോദിക്കുക, മോൻ എന്തപ്പ ഇങ്ങനെ നടക്കണേ? ഞാൻ പറഞ്ഞ മോൻ കേൾക്കത്തില്ല ഉസ്താദ്, തീർന്നുമല്ല. ഞാൻ പറഞ്ഞ അവൻ കേൾക്കത്തില്ല. നിന്റെ മക്കൾക്കറിയാം, മുടി വെട്ടിയിട്ട് വരുമ്പോ വെട്ടടാ. ഓ അവനെന്ത് പടച്ചോനെ പള്ളിക്കാട്ടി സലാം പറയണ പോലെ അവൻ്റെ അടുത്ത് വെട്ടാൻ പറയണത്. ഒരു പരിചയമില്ല അവൻ. കുറച്ച് കഴിയുമ്പോൾ അവന് തന്നെ അറിയാം, ഉപ്പ വഴുതു പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം തീരുമ്പോൾ ഉപ്പം മിണ്ടാതിരിക്കുന്നത്. അങ്ങനല്ല ചെയ്യേണ്ടത്. വെട്ടടാന്ന് പറയണം. വെട്ടിയില്ലെങ്കിൽ നീ വെട്ടിക്കാണിക്കണം. അതാ വാപ്പ. ഒരു പ്രാവശ്യം നിന്റെ മകനോട് നേരെ ചൊവ്വ മുടി വെട്ടടാ. വെട്ടിയില്ലെങ്കിൽ അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ കത്രി എടുത്തിട്ടൊരു വെട്ടങ്ങ് വെട്ടണം. രാവിലെ ഒരു വഴുത് കാണാം വീടിന് ചുറ്റും നടന്നുകൊണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബാർബർ ഷോപ്പിൽ പോയി വെട്ടിയിട്ടിങ്ങ് വരും. അതോടെ അവൻ്റെ അഹങ്കാരം തീരും. അതോടുകൂടി അവൻ നന്നാകും. അതെങ്ങനാ? തള്ളമാര് സമ്മതിക്കണ്ടേ? പാപ്പ വെട്ടാൻ പറഞ്ഞാൽ ഓ അതിപ്പം മക്കൾക്കൊക്കെ നല്ല നല്ല മോഡലൊക്കെ അല്ലേ, വളർത്തട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നറിയോ? വലിയ ഹാജിയാരും വലിയ തങ്ങളൊക്കെ ആയിരിക്കും നമ്മളൊക്കെ. പക്ഷെ പെണ്ണ് ശരിയല്ലെങ്കിൽ പോയി. പെണ്ണിന് വലിയ റോളുണ്ട് കുടുംബജീവിതത്തിൽ. അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്. 2 പെണ്ണുങ്ങളെ പോലെ ആകരുതെന്നാണ് അള്ള പറഞ്ഞ്. ലോകത്തുള്ള പെണ്ണുങ്ങൾ 2 പെണ്ണുങ്ങളെ പോലെ ആകരുത്. പെണ്ണ് ശരിയല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ള കാക്കുമാറാകട്ടെ. തെളിവ് വേണോ? 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ള ആരാന്ന് പറയാൻ നടക്കുന്ന പ്രവാചകൻ. 950 വർഷക്കാലം ദഅവത്ത് നടത്തി. സ്വന്തം പെണ്ണുമ്പുള്ള തലതിരിഞ്ഞു പോയി, മോനും തലതിരിഞ്ഞു പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. ചിന്തിക്ക്. അതാണ് ഉമ്മയ്ക്ക് വലിയ റോളാ. ലൂത്ത് നബി അലൈഹിസ്സലാം, ലൂത്ത് നബിയുടെ ഭാര്യയും അവിടുത്തെ മക്കളും. നമ്മൾ പഠിക്കണം ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത്, സഹോദര, മക്കളെ നല്ലതുപോലെ വളർത്തുപ്പ. അനുസരണയുള്ള മക്കളാക്കി. ഇപ്പൊ മൊബൈലിന്റെ മക്കളാ. ഈ അടുത്ത് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ 6 കുട്ടികൾ ഒരു വീടിന്റെ സിറ്റ് ഔട്ടിലിരിക്കുക. പരസ്പരം കണ്ട പരിചയം പോലും ഇല്ല. കളിയാ മൊത്തം മൊബൈൽ. ഒരെണ്ണം പോലും പരസ്പരം മിണ്ടുന്നില്ല. ഈ അടുത്ത് ഈ കുണ്ടറ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന സ്ഥലം, ഞാൻ ജോലി ചെയ്യുന്ന പായിപ്പാട് പള്ളിയിലാണ്. അവിടത്തേക്കൊരു സഹോദരി ഇത്തിരി സ്വർണം തരാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കായംകുളത്തൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ അടുത്ത്. അങ്ങനെ പോകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ആ സ്വർണ്ണം ഒന്ന് മേടിച്ചിട്ട് പോകണം, വീട്ടിൽ ആരുമില്ല കൊണ്ടുതരാൻ. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു ചെറിയ കുട്ടി വന്നിട്ട് എന്നെ വണ്ടി നിർത്തിയിട്ട് ആ വീട്ടിലേക്ക് പോവാ. ആ പോകുന്ന വഴിയിൽ ഒരു വളവ് തിരിഞ്ഞപ്പോൾ അടിയടാ എന്ന് പറയണോ. പടച്ചവനെ, ഞാൻ വെച്ച് എന്നെ അടിക്കാൻ വരികയാണ്. അടിയടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പം എൻ്റെ കൂടെ വന്ന കുട്ടി പറയാ, ഉസ്താദ് പേടിക്കേണ്ട, ഗെയിം കളിക്കുന്നതാണ്. ഒരുമിച്ചിരുന്നിട്ട് ഇതാ ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നിന്റെ പെമ്മക്കൾക്ക് പറഞ്ഞുകൂട്. കണ്ടവൻ്റെ കൂടെ വിളിച്ചോടൂല്ല, അള്ളാനെ മറക്കൂല. അവരുടെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കും. ആ ഈമാനാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. 2 സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം, നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെ പേടിയായിരിക്കും. ഈ ലോകത്ത് നീ ആരെയും പേടിക്കണ്ട. ഈ ലോകത്ത് നീ ഒരു ശക്തിയെയും പേടിക്കണ്ട. നിന്നെ അവർ ഭയപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എടാ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് നിന്റെ ജീവിതത്തിലുണ്ടോ? നിന്നെ പേടിയാ. നീ ഒരു മുസ്ലിമാണോ? നിന്നെ ഭയമാ. നീ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമാണോ? നിന്നെ പേടിയാ. ഇവര് പറയും കൊല്ലും, വെട്ടും, കരിക്കും. ചുമ്മാ പറയണതാ, പേടിയാന്നേ. ആ സുന്നത്ത് ജീവിതത്തിലേക്ക് മുറുകെ വന്നു കഴിഞ്ഞാൽ, ആ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ ലോകത്ത് അല്ലാഹുവിനെ അല്ലാതെ ഒരു മഖ്ലൂക്കിനെയും നിനക്ക് പേടിയുണ്ടാകില്ല.